ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റവ കേസരിയാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് മിൽക്ക്, 6 ടേബിൾ സ്പൂൺ ഗീ, ഷുഗർ 1 കപ്പ്, പൈനാപ്പിൾ എസൻസ് 4 ഡ്രോപ്സ്, 3 ഏലക്കായ, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും, ഇതൊക്കെയാണ് വേണ്ടത്. അടുത്തതായി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കളർ മാറി വരുമ്പോൾ ഇത് കോരിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വീർത്ത് വരുമ്പോൾ ഇതും കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ റവ ഇട്ട് കൊടുക്കാം. റവ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. വറുക്കാത്ത റവയാണെങ്കിൽ കുറച്ചധികം നേരം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കേസരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. അതിൽ കൂടെ തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി പാലില്ലാന്ന് വെച്ചാൽ 2/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. ഇനി ഇത് ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇനി കേസരിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 2-3 നുള്ള് മഞ്ഞൾപ്പൊടി ലേശം വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. 2-3 നുള്ളി ചേർത്തൊന്ന് കരുതിയിട്ട് മഞ്ഞളിൻ്റെ ടേസ്റ്റൊന്നും ഇതിന് വരില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 4 തുള്ളി പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി 2-3 ഏലക്കായ ലേശം പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ മധുരം പിടിക്കാനായിട്ട് 1 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നതിനോട് കൂടി തന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. അവിടെ എവിടെയും കട്ട പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിക്കണം എന്നില്ല കേട്ടോ, അങ്ങനെ തന്നെ ചേർത്താൽ മതി. എൻ്റെ അടുത്ത് വലിയ തരിയുള്ള പഞ്ചസാര ആയതുകൊണ്ടാണ് ഞാനിത് പൊടിച്ചെടുത്തത്. ഇനി ഇത് നന്നായിട്ട് എല്ലായിടത്തും തട്ടുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഉരുകി നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നെയ്യ് ഇഷ്ടമില്ലാത്തവരോ അതോ കഴിക്കാൻ പാടില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ എടുക്കാം. കേസരിയുടെ ശരിയായ ടേസ്റ്റ് വരണമെങ്കിൽ നെയ്യ് കുറച്ചുകൂടി ചേർക്കണം. അപ്പോൾ ഞാനിതിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. എല്ലായിടത്തും തട്ടുന്ന രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്യണം. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഈ ഒരു പരുവാണ് കേട്ടോ വേണ്ടത്. ഇത്രയും മതി. ഇനി ഗ്യാസ് ഓഫാക്കാം. എന്നിട്ടിത് നന്നായിട്ട് ചൂടാറുന്നതിന് മുൻപ് തന്നെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മീതെ ഒന്ന് മയപ്പെടുത്തിയെടുക്കാം. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.